ഹായ് ഓൾ, എൻ്റെ പേര് രമ്യ. PSC എക്സാംസിന് സ്ഥിരമായി ചോദിക്കാറുള്ള ഇംഗ്ലീഷ് ഭാഗത്തിലെ വൊക്കാബുലറി സെക്ഷനിലുള്ള കില്ലിങ്സിനെ കുറിച്ചിട്ടാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. കില്ലിംഗ് ഓഫ് ഓൺ സെൽഫ്. കില്ലിംഗ് ഓഫ് ഓൺ സെൽഫ് എന്ന് പറയുന്നത് സൂയിസൈഡ് എന്നാണ്. കില്ലിംഗ് ഓഫ് ഓൺസ് ഫാദർ, ഒരാളുടെ അച്ഛനെ വധിക്കുന്നതിനെ എന്തെന്ന് പറയും? കില്ലിംഗ് ഓഫ് ഓൺസ് ഫാദറിനെ പാട്രിസൈഡ് എന്നാണ് പറയുന്നത്. കില്ലിംഗ് ഓഫ് ഓൺസ് ഫാദർ, പാട്രിസൈഡ്. കില്ലിംഗ് ഓഫ് ഓൺസ് മദർ എന്തെന്നാണ് അറിയപ്പെടുന്നത്? കില്ലിംഗ് ഓഫ് ഓൺസ് മദർ, മാട്രിസൈഡ് എന്നാണ് അറിയപ്പെടുന്നത്. കില്ലിംഗ് ഓഫ് ഓൺസ് മദർ, ഒരാളുടെ മാതാവിനെ വധിക്കുന്നതിനെ മാട്രിസൈഡ് എന്ന് പറയുന്നു. കില്ലിംഗ് ഓഫ് ഓൺസ് ബ്രദർ, ഒരാളുടെ സഹോദരനെ വധിക്കുന്നതിനെ, കില്ലിംഗ് ഓഫ് ഓൺസ് ബ്രദർ, ഒരാളുടെ സഹോദരനെ വധിക്കുന്നതിനെ ഫ്രാട്രിസൈഡ് എന്ന് പറയുന്നു. FRATRICIDE, ഫ്രാട്രിസൈഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരാളുടെ സിസ്റ്ററിനെ വധിക്കുക, കില്ലിംഗ് ഓഫ് ഓൺസ് സിസ്റ്റർ എന്നറിയപ്പെടുന്നത് സോറോറിസൈഡ് ആണ്. കില്ലിംഗ് ഓഫ് ഓൺസ് സിസ്റ്റർ എന്നറിയപ്പെടുന്നത് എന്താണ്? സോറോറിസൈഡ് ആണ്. കില്ലിംഗ് ഓഫ് ഓൺസ് വൈഫ്, ഒരാളുടെ ഭാര്യയെ വധിക്കുന്നതിനെ അക്സോറിസൈഡ് എന്ന് പറയും. കില്ലിംഗ് ഓഫ് ഓൺസ് വൈഫ്, ഒരാളുടെ ഭാര്യയെ വധിക്കുന്നതിന് എന്തെന്നാണ് അറിയപ്പെടുന്നത്? അക്സോറിസൈഡ്. കില്ലിംഗ് ഓഫ് ഓൺസ് വൈഫ്, അക്സോറിസൈഡ്, UXORICIDE, അക്സോറിസൈഡ്. കില്ലിംഗ് ഓഫ് ഓൺസ് ഹസ്ബൻഡ്, മാരിറ്റിസൈഡ് എന്ന് പറയും. ഒരാളുടെ ഹസ്ബൻഡിനെയാണ് വധിക്കുന്നത് എങ്കിൽ അതിനെ മാരിറ്റിസൈഡ് എന്നാണ് അറിയപ്പെടുന്നത്. MARITICIDE, മാരിറ്റിസൈഡ്. ഒരാളുടെ ആൺകുട്ടിയെയോ പെൺകുട്ടിയെയോ ആണ് വധിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെ ഫിലിസൈഡ് എന്നാണ് പറയുന്നത്. ഫിലിസൈഡ്. കില്ലിംഗ് ഓഫ് ഓൺസ് സൺ ഓർ ഡോട്ടർ, അതിന് എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഫിലിസൈഡ് എന്നാണ് അറിയപ്പെടുന്നത്. കില്ലിംഗ് ഓഫ് ഓൺസ് നെഫ്യൂ, ഒരാളുടെ നെഫ്യൂവിനെ വധിക്കുന്നത് നെപ്പോട്ടിസൈഡ് എന്നറിയപ്പെടുന്നു. കില്ലിംഗ് ഓഫ് ഓൺസ് നെഫ്യൂ, നെപ്പോട്ടിസൈഡ്, NEPOTICIDE, നെപ്പോട്ടിസൈഡ്. കില്ലിംഗ് ഓഫ് ഓൺസ് ക്ലോസ് റിലേറ്റീവ്, ഒരാളുടെ ക്ലോസ് റിലേറ്റീവിനെ കൊല്ലുന്നതിനെ പാരിസൈഡ് എന്ന് പറയും. കില്ലിംഗ് ഓഫ് ഓൺസ് ക്ലോസ് റിലേറ്റീവ്, അതിനെന്തെന്നാണ് അറിയപ്പെടുന്നത്? പാരിസൈഡ്, PARRICIDE, പാരിസൈഡ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ള ഓൺ വേർഡ്സ്, കില്ലിങ്ങിൽ വരുന്ന ഓൺ വേർഡ്സ് അല്ലെങ്കിൽ ഓൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് കില്ലിങ്സ് എന്നറിയപ്പെടുന്നതാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ എന്തായിരുന്നു? കില്ലിംഗ് ഓഫ് ഓൺസ് ഫാദർ എന്നറിയപ്പെടുന്ന പാട്രിസൈഡ്, മദർ ആണെങ്കിൽ മാട്രിസൈഡ്, അതുപോലെ തന്നെ ഒരാളുടെ വൈഫിനെ ആണെങ്കിൽ അക്സോറിസൈഡ്, ഒരാളുടെ ഹസ്ബൻഡിനെ ആണെങ്കിൽ എന്തെന്ന് പറയും? മാരിറ്റിസൈഡ് എന്ന് പറയും. സണ്ണിനെയോ ഡോട്ടറിനെയോ ആണെങ്കിൽ എന്തെന്ന് പറയും? സണ്ണിനെയോ ഡോട്ടറിനെയോ ആണെങ്കിൽ ഫിലിസൈഡ് എന്ന് പറയും. അതുപോലെ തന്നെ ക്ലോസ് റിലേറ്റീവ്സിനെ ആണെങ്കിൽ പാരിസൈഡ് എന്ന് പറയും. ഒരാളുടെ ബ്രദറിനെ ആണെങ്കിൽ ഫ്രാട്രിസൈഡ് എന്നും സിസ്റ്ററിനെ ആണെങ്കിൽ സോറോറിസൈഡ് എന്നും പറയും. ഒരാളുടെ നെഫ്യൂവിനെ ആണെങ്കിൽ നെപ്പോട്ടിസൈഡ് എന്നുമാണ് പറയുന്നത്. നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ചേഞ്ച് ഓഫ് ജെൻഡേഴ്സ് ആണ്. ജെൻഡേഴ്സിൽ വരുന്ന വ്യത്യാസങ്ങൾ. ജെൻഡേഴ്സിന് നമ്മൾ മസ്കുലിൻ എന്നും ഫെമിനൈൻ എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. മസ്കുലിൻ എന്ന് പറയുന്നത് ആൺവർഗത്തെയും ഫെമിനിൻ എന്ന് പറയുന്നത് പെൺവർഗത്തെയും സൂചിപ്പിക്കുന്നു. നമ്മൾ അതിൽ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് അബട്ട് ആണ്. ABBOT, അബട്ട്. അബട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഠാധിപതി എന്ന അർത്ഥത്തിൽ ABBOT, അബട്ട്. അതിൻ്റെ ഫെമിനിൻ ജെൻഡർ എന്ന് പറയുന്നത് അബസ് ആണ്. ABBESS, അബസ്, അബസ്, അബട്ട്, അബസ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മസ്കുലിൻ ജെൻഡർ ആയിട്ടുള്ള ആക്ടർ ആണ്. ആക്ടറിൻ്റെ ഫെമിനിൻ ജെൻഡർ ആക്ട്രസ് ആണ്. ആക്ടറിൻ്റെ ഫെമിനിൻ ജെൻഡർ ആക്ട്രസ് ആണ്. അടുത്തത് ഓദർ ആണ്. ഓദറിൻ്റെ ഫെമിനിൻ ജെൻഡർ എന്ന് പറയുന്നത് ഓദ്രസ് ആണ്. ഓദറിൻ്റെ ഫെമിനിൻ ജെൻഡർ ഓദ്രസ് ആണ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് കണ്ടക്ടർ ആണ്. കണ്ടക്ടറിൻ്റെ ഫെമിനിൻ ജെൻഡർ ആണ് കണ്ടക്ട്രസ്. കണ്ടക്ടറിൻ്റെത് കണ്ടക്ട്രസ്. അഡ്മിനിസ്ട്രേറ്റർ ആണ് അടുത്തത്. അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഫെമിനിൻ ജെൻഡർ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേട്രിസ്. അഡ്മിനിസ്ട്രേട്രിക്സ് എന്നതാണ് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഫെമിനൈൻ ജെൻഡർ എന്നറിയപ്പെടുന്നത്. അടുത്തത് ബ്രൈഡ് ഗ്രൂം ആണ്. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഏതാണ്? ബ്രൈഡ് ഗ്രൂം. ബ്രൈഡ് ഗ്രൂം എന്ന് പറയുന്നത് നവവരൻ എന്നുള്ള അർത്ഥത്തിലാണ് ബ്രൈഡ് ഗ്രൂം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫെമിനൈൻ ജെൻഡർ എന്ന് പറയുന്നത് ബ്രൈഡ് ആണ്. ബ്രൈഡ് ഗ്രൂമിൻ്റെ ഫെമിനൈൻ ജെൻഡർ എന്താണ്? ബ്രൈഡ് ആണ്. ബോയ് സ്കൗട്ട് ആണ് അടുത്ത വാക്ക്. ബോയ് സ്കൗട്ട്. ബോയ് സ്കൗട്ടിൻ്റെ ഫെമിനൈൻ ജെൻഡർ എന്ന് പറയുന്നത് ഗേൾ ഗൈഡ് ആണ്. ബോയ് സ്കൗട്ടിൻ്റെ ഫെമിനൈൻ ജെൻഡർ എന്തുവാണ്? ഗേൾ ഗൈഡ് ആണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബാച്ചിലർ ആണ്. ബാച്ചിലറിൻ്റെ ഫെമിനൈൻ ജെൻഡർ ആണെന്ത്? സ്പിൻസ്റ്റർ. ബാച്ചിലറിന്റെ ഫെമിനൈൻ ജെൻഡർ ആണെന്ത്? സ്പിൻസ്റ്റർ. ബാച്ചിലർ എന്ന് പറഞ്ഞാൽ അവിവാഹിതൻ. അതിന്റെ ഫെമിനൈൻ ജെൻഡർ അവിവാഹിത എന്നറിയപ്പെടുന്നത് സ്പിൻസ്റ്റർ എന്ന വാക്കാണ്. സ്പിൻസ്റ്റർ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് സാർ. ZAR, സാർ. ZAR, സാർ എന്ന് പറയുന്നത് രാജാവ് എന്ന അർത്ഥത്തിലാണ്. സാറിന്റെ ഫെമിനൈൻ ജെൻഡർ സെറീന. ZRINA, സെറീന. ഫെമിനൈൻ ജെൻഡർ എന്താണ്? സാറിൻ്റെത് സെറീനയാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കൗണ്ട്. COUNT, കൗണ്ട്
ഓർ EARL ഏൾ അല്ലെങ്കിൽ കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, ഒരു ഹൈ പൊസിഷനിൽ ഒരു സോഷ്യൽ എന്താണ് ഒരു സമൂഹത്തിൽ ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണ് കൗണ്ട് ഓർ ഏൾ എന്ന അർത്ഥത്തിൽ പറയാറുള്ളത്. അതിന്റെ ഫെമിനിൻ ജെൻഡർ ആണ് കൗണ്ടസ്. കൗണ്ടിന്റെ ഫെമിനിൻ ജെൻഡർ ആണെന്ത്? കൗണ്ടസ്. കൗണ്ടസ് ആണ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എംബറർ. എംബറർ രാജാവ് അല്ല ചക്രവർത്തി എന്ന അർത്ഥത്തിൽ എംബറർ. എംബററിന്റെ ഫെമിനിൻ ജെൻഡർ ആണ് എംബ്രസ്. എംബറർ, എംബ്രസ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്യൂക്ക് ആണ്. പ്രഭു എന്ന അർത്ഥത്തിൽ ഡ്യൂക്ക്. ഡ്യൂക്കിന്റെ ഫെമിനിൻ ജെൻഡർ എന്നറിയപ്പെടുന്നത് ഡച്ചസ് ആണ്. ഡ്യൂക്കിന്റെ ഫെമിനിൻ ജെൻഡർ ഏതാണ്? ഡച്ചസ് ആണ്. അപ്പൊ എന്താണ്? എംബറർ, എംബ്രസ്, ഡ്യൂക്ക്, ഡച്ചസ്. എംബറർ, എംബ്രസ്, ഡ്യൂക്ക്, ഡച്ചസ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഡയറക്ടർ. ഡയറക്ടറിന്റെ ഫെമിനിൻ ജെൻഡർ എന്തുവാണ്? ഡയറക്ട്രസ്. ഡയറക്ടർ, ഡയറക്ട്രസ്. അപ്പൊ ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടി പറയാം. അബട്ട്, അബട്സ്, അബട്ട്, അബസ്. അടുത്തത് ഡയറക്ടർ, ഡയറക്ട്രസ്, ഡയറക്ടർ, ഡയറക്ട്രസ്, ആക്ടർ, ആക്ട്രസ്, ആക്ടർ, ആക്ട്രസ്, ഓതർ, ഓദ്രസ്, ഓതർ, ഓദ്രസ്. അടുത്തത് നമ്മൾ നോക്കിയത് ബാച്ചിലർ. ബാച്ചിലറിൻ്റെത് സ്പിൻസ്റ്റർ. ബാച്ചിലറിൻ്റെത് സ്പിൻസ്റ്റർ. അഡ്മിനിസ്ട്രേറ്റർ. അടുത്ത നമ്മൾ നോക്കിയത് എന്തുവായിരുന്നു? അഡ്മിനിസ്ട്രേറ്റർ. അതിൻ്റെത് അഡ്മിനിസ്ട്രേട്രസ്, അഡ്മിനിസ്ട്രേട്രിസ്. ബ്രൈഡ് ഗ്രൂം, ബ്രൈഡ്. ബ്രൈഡ് ഗ്രൂം, ബ്രൈഡ്. അടുത്ത് നമ്മളത് കഴിഞ്ഞിട്ട് നോക്കിയതാണ് ബോയ് സ്കൗട്ട്. ബോയ് സ്കൗട്ടിൻ്റെത് ഗേൾ ഗൈഡ്. ബോയ് സ്കൗട്ട്, ഗേൾ ഗൈഡ്. സാർ, സെറീന. സാർ, സെറീന. കണ്ടക്ടർ, കണ്ടക്ട്രസ്. കണ്ടക്ടർ, കണ്ടക്ട്രസ്. എംബറർ, എംബ്രസ്. എംബറർ, എംബ്രസ്. ഡ്യൂക്ക്, ഡച്ചസ്. ഡ്യൂക്ക്, ഡച്ചസ്. ഡയറക്ടർ, ഡയറക്ട്രസ്. ഡയറക്ടർ, ഡയറക്ട്രസ്. സാർ, സെറീന. സാർ, സെറീന. അപ്പം ഇതെല്ലാമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന എന്താണ് ചേഞ്ചസ് ഓഫ് ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കളക്റ്റീവ് നൗൺസ് ആണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കളക്റ്റീവ് നൗൺസ് ആണ്. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ആൻസ്. ആൻസ് അല്ലെങ്കിൽ കാറ്റർപില്ലർ. കാറ്റർപില്ലറിൻ്റെയും ആൻസിൻ്റെ, ആൻസ് എന്ന് പറഞ്ഞാൽ ഉറുമ്പ്, ഉറുമ്പുകളുടെയും കാറ്റർപില്ലറുകളുടെയും കൂട്ടത്തെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ആൻ ആർമി ഓഫ് ആൻസ് അല്ലെങ്കിൽ ആൻ ആർമി ഓഫ് കാറ്റർപില്ലേഴ്സ്. ആൻ ആർമി ഓഫ് ആൻസ്, ആൻ ആർമി ഓഫ് കാറ്റർപില്ലേഴ്സ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് സോൾജിയേഴ്സ് ആണ്. സോൾജിയേഴ്സ് പട്ടാളക്കാരുടെ കൂട്ടത്തെയും ആൻ ആർമി ഓഫ് സോൾജിയേഴ്സ് എന്നും പറയാറുണ്ട്. എ റെജിമെന്റ് ഓഫ് സോൾജിയേഴ്സ് എന്നും പറയാറുണ്ട്. അപ്പം സോൾജിയേഴ്സിന്റെ കൂട്ടത്തെ ആൻ ആർമി ഓഫ് സോൾജിയേഴ്സ് എന്നും എ റെജിമെന്റ് ഓഫ് സോൾജിയേഴ്സ് എന്നും പറയാറുണ്ട്. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഫ്ലവേഴ്സിൻ്റെ കൂട്ടത്തെയാണ്. ഫ്ലവേഴ്സിൻ്റെ കൂട്ടത്തെ എന്തൊക്കെ പറയാറുണ്ട്? എ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയാറുണ്ട്. എ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്, എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, എ ഗാർലൻഡ് ഓഫ് ഫ്ലവേഴ്സ്, ഗാർലൻഡ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയാറുണ്ട്. റീത്ത് ഓഫ് ഫ്ലവേഴ്സ് എന്നും പറയാറുണ്ട്. റീത്ത് ഓഫ് ഫ്ലവേഴ്സ്, ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്, ഗാർലൻഡ് ഓഫ് ഫ്ലവേഴ്സ്. അടുത്തത് നമ്മൾ നോക്കുന്നത് കീസ്. കീസ് താക്കോൽ കൂട്ടത്തെ എന്തെന്നറിയപ്പെടും? അതും ബഞ്ച് ഓഫ് ബഞ്ച് ഓഫ് കീസ് എന്ന് അറിയപ്പെടാറുണ്ട്. അപ്പൊ എന്താണ്? താക്കോലിന്റെ കൂട്ടത്തെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ബഞ്ച് ഓഫ് കീസ് എന്ന് പറയാറുണ്ട്. ബഞ്ച് ഓഫ് കീസ് എന്ന് പറയാറുണ്ട്. പിന്നെ ബഞ്ച് ഓഫ് ചേർത്ത് പറയുന്നത് ഗ്രേപ്സിന്റെ കൂട്ടത്തെ, അതായത് മുന്തിരി കുലകളെയാണ് ബഞ്ച് ഓഫ് ഗ്രേപ്സ് എന്ന് പറയാറുള്ളത്. മുന്തിരികളുടെ കൂട്ടത്തെ, മുന്തിരി കുലയെ നമ്മൾ എന്ത് പറയാറുണ്ട്? എ ബഞ്ച് ഓഫ് ഗ്രേപ്സ് എന്ന് പറയാറുണ്ട്. അടുത്തതായി നമ്മൾ നോക്കുന്നത് ക്രോക്കഡൈൽസിന്റെ കൂട്ടത്തെയാണ്. എ ബാസ്ക് ഓഫ് ക്രോക്കഡൈൽസ് എന്നാണ് പറയാറുള്ളത്. എ ബാസ്ക് ഓഫ് ക്രോക്കഡൈൽസ്, ബാസ്ക് ഓഫ് ക്രോക്കഡൈൽസ്. അടുത്ത് നമ്മൾ നോക്കുന്നത് പിൽഗ്രിംസിന്റെ കൂട്ടത്തെയാണ്. പിൽഗ്രിംസ്, പിൽഗ്രിംസ് എന്ന് പറഞ്ഞാൽ തീർത്ഥാടകർ. തീർത്ഥാടകരുടെ കൂട്ടത്തെ എ ബാൻഡ് ഓഫ് പിൽഗ്രിംസ് എന്നാണ് പറയാറ്. തീർത്ഥാടകരുടെ കൂട്ടത്തെ എ ബാൻഡ് ഓഫ് പിൽഗ്രിംസ് എന്നാണ് പറയാറുള്ളത്. സ്റ്റുഡൻസ്, സ്റ്റുഡൻസ് അല്ലെങ്കിൽ കുട്ടികൾ, കുട്ടികളുടെ കൂട്ടത്തെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? എ ബാച്ച് ഓഫ് സ്റ്റുഡൻസ് എന്നാണ് അറിയപ്പെടുന്നത്. കുട്ടികളുടെ കൂട്ടത്തെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ബാച്ച് ഓഫ് സ്റ്റുഡൻസ് എന്ന് ആണ് അറിയപ്പെടുന്നത്. അടുത്തതായി നമ്മൾ നോക്കുന്നത് സ്റ്റുഡൻസിന്റെ കൂട്ടം ബാച്ച് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു. അടുത്ത് നമ്മൾ നോക്കുന്നത് ഗൺസ്, ഗണ്ണുകളുടെ കൂട്ടത്തെ, തോക്കുകളുടെ കൂട്ടത്തെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? എ ബാറ്ററി ഓഫ് ഗൺസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ തോക്കുകളുടെ കൂട്ടത്തെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? എ ബാറ്ററി ഓഫ് ഗൺസ് എന്ന് അറിയപ്പെടുന്നു. അപ്പൊ എന്താണ്? തോക്കുകളുടെ കൂട്ടത്തെ ബാറ്ററി ഓഫ് ഗൺസ് എന്ന് അറിയപ്പെടുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ഗറില്ലാസ്, ഗറില്ലാസിന്റെ കൂട്ടത്തെ, അതുപോലെ തന്നെ മെൻ, പുരുഷന്മാരുടെ കൂട്ടത്തെ എ ബാൻഡ് ഓഫ് ഗൊറില്ലാസ് എന്നും എ ബാൻഡ് ഓഫ് മെൻ എന്നും ആണ് പറയാറുള്ളത്. പുരുഷന്മാരുടെ കൂട്ടത്തെ എ ബാൻഡ് ഓഫ് മെൻ എന്നും പുരുഷന്മാരുടെ കൂട്ടത്തെ എ ബാൻഡ്
ബാൻഡ് ഓഫ് മെൻ എന്നും ഗൊറില്ലാസിൻ്റെ കൂട്ടത്തെ എ ബാൻഡ് ഓഫ് ഗൊറില്ലാസ് എന്നും പറയാറുണ്ട്. അപ്പോൾ എ ബാൻഡ് ഓഫ് മെൻ ഉണ്ട്, എ ബാൻഡ് ഓഫ് ഗൊറില്ലാസ് ഉണ്ട്, എ ബാൻഡ് ഓഫ് പിൽഗ്രിംസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂട്ടത്തെ എ ബാൻഡ് ഓഫ് എന്ന് തന്നെയാണ് പറയാറുള്ളത്. നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് ആസ്ട്രോയിഡ്സ്, ചിഹ്നഗ്രഹങ്ങൾ. ആസ്ട്രോയിഡ്സിൻ്റെ കൂട്ടത്തെ എന്തെന്നാണ് പറയുന്നത്? എ ബെൽറ്റ് ഓഫ് ആസ്ട്രോയിഡ്സ് എന്നാണ്. എ ബെൽറ്റ് ഓഫ് ആസ്ട്രോയിഡ്സ് എന്നാണ് പറയുന്നത്. ഓയിസ്റ്റേഴ്സ്, മുത്തുച്ചിപ്പികൾ, അതിൻ്റെ കൂട്ടത്തെ എന്തെന്നറിയപ്പെടും? ഓയിസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തെ എ ബെഡ് ഓഫ് ഓയിസ്റ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. എ ബെഡ് ഓഫ് ഓയിസ്റ്റേഴ്സ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് വേർഡ്സ്, വാക്കുകളുടെ കൂട്ടത്തെ, വേർഡ്സിൻ്റെ കൂട്ടത്തെ ബൈബിൾ എന്നാണ് പറയുന്നത്. എ ബൈബിൾ ഓഫ് വേർഡ്സ്, BABEL, ബൈബിൾ ഓഫ് വേർഡ്സ് എന്നാണ് പറയുന്നത്. വാക്കുകളുടെ കൂട്ടത്തെ ബൈബിൾ ഓഫ് വേർഡ്സ് എന്ന് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ വേർഡ്സ്, ന്യൂസിൻ്റെ കൂട്ടത്തെ എന്തെന്നറിയപ്പെടും? എ ബഡ്ജറ്റ് ഓഫ് ന്യൂസ് എന്നാണ് പറയാറുള്ളത്. ന്യൂസിൻ്റെ കൂട്ടത്തെ എന്തെന്നാണ് പറയുന്നത് ബഡ്ജറ്റ് ഓഫ് ന്യൂസ് എന്നും പറയാറുണ്ട്, ബുള്ളറ്റിൻ ഓഫ് ന്യൂസ് എന്നും പറയാറുണ്ട്. ബഡ്ജറ്റ് ഓഫ് ന്യൂസ് എന്നും പറയാറുണ്ട്, അതുപോലെ തന്നെ ബുള്ളറ്റിൻ ഓഫ് ന്യൂസ് എന്നും പറയാറുണ്ട്. ലെറ്റേഴ്സിൻ്റെ കൂട്ടത്തെയും ബഡ്ജറ്റ് ഓഫ് ലെറ്റേഴ്സ്, ലെറ്റേഴ്സിൻ്റെ കൂട്ടത്തെ, അക്ഷരങ്ങളുടെ കൂട്ടത്തെയും ബഡ്ജറ്റ് ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയാറുണ്ട്. അപ്പോൾ വേർഡ്സിൻ്റെ കൂട്ടത്തെ എ ബൈബിൾ ഓഫ് വേർഡ്സ് എന്നും ലെറ്റേഴ്സിൻ്റെ കൂട്ടത്തെ ബഡ്ജറ്റ് ഓഫ് ലെറ്റേഴ്സ് എന്നും വേർഡ്സിൻ്റെ കൂട്ടത്തെ എന്താണ് പറയുന്നത്? ബൈബിൾ ഓഫ് വേർഡ്സ് എന്നുമാണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് മോണിറ്റേഴ്സ്, മോണിറ്റേഴ്സിൻ്റെ കൂട്ടത്തെ എ ബാങ്ക് ഓഫ് മോണിറ്റേഴ്സ് എന്ന് പറയാറുണ്ട്. ബാങ്ക് ഓഫ് മോണിറ്റേഴ്സ്, മോണിറ്റേഴ്സിൻ്റെ കൂട്ടത്തെ എന്തെന്ന് പറയുന്നു? ബാങ്ക് ഓഫ് മോണിറ്റേഴ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നത് ചിക്കൻസിൻ്റെ കൂട്ടത്തെയാണ്. ചിക്കൻസിൻ്റെ കൂട്ടത്തെ എ ബ്രൂഡ് ഓഫ് ചിക്കൻസ് എന്ന് പറയുന്നു. ചിക്കൻസിൻ്റെ കൂട്ടത്തെ എന്തെന്ന് പറയുന്നു? ബ്രൂഡ് ഓഫ് ചിക്കൻസ് എന്ന് പറയുന്നു. അടുത്തത് സ്റ്റിക്സ്, കമ്പുകൾ, വടികൾ, അതിൻ്റെ കൂട്ടത്തെ എന്തെന്ന് പറയപ്പെടുന്നു? കമ്പുകൾ അല്ലെങ്കിൽ വടികളുടെ കൂട്ടത്തെ. അതുപോലെ തന്നെ ഹേ എന്ന് പറഞ്ഞാൽ വൈക്കോല്, ഇതിൻ്റെ കൂട്ടത്തെ എന്തെന്നറിയപ്പെടുന്നു? എ ബണ്ടിൽ ഓഫ് ഹേ അല്ലെങ്കിൽ എ ബണ്ടിൽ ഓഫ് സ്റ്റിക്സ് എന്ന് പറയുന്നു. ബണ്ടിൽ ഓഫ് ഹേ അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് സ്റ്റിക്സ് എന്നാണ് പറയാറുള്ളത്. അടുത്തത് നമ്മൾ പറയുന്നത് സിഗാർസ്, സിഗരറ്റിന്റെ കൂട്ടത്തെ എ ബോക്സ് ഓഫ് സിഗാർസ് എന്ന് പറയുന്നു. എ ബോക്സ് ഓഫ് സിഗാർസ് എന്ന് പറയാറുണ്ട്. സിഗരറ്റ് അല്ലെങ്കിൽ സിഗാർസിന്റെ കൂട്ടത്തെ എ ബോക്സ് ഓഫ് സിഗാർസ് എന്ന് പറയുന്നു. അടുത്ത് നമ്മൾ പറയുന്നത് ബ്യൂട്ടീസ്, കാണാൻ നല്ല ഭംഗിയുള്ള ബ്യൂട്ടീസ് അല്ലെങ്കിൽ ലേഡീസ്, അതും അല്ലെങ്കിൽ ക്വയൽസ്. ക്വയൽസ് എന്ന് പറഞ്ഞാൽ കാടകൾ, കാടക്കോഴികൾ, അതിനെയാണ് ക്വയൽസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാം കൂട്ടത്തെ എ ബെവി ഓഫ് ലേഡീസ്, എ ബെവി ഓഫ് ക്വയൽസ്, എ ബെവി ഓഫ് ബ്യൂട്ടീസ് എന്നാണ് പറയാറുള്ളത്. ഇതിൻ്റെ അടുത്ത പാർട്ടുമായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്